ശരി, സൂക്ഷിച്ചേക്കണേ. ഞാൻ പോയിട്ട് ശരി ഏട്ടാ, നിങ്ങള് സൂക്ഷിച്ചു പോയിട്ട് വരണേ. ബൈ ബൈ. ഹലോ. ഹലോ, പറയ് മോളെ. അമ്മേ, എന്താ ഫോൺ ചെയ്യാത്തെ? കുറച്ച് പണിത്തിരക്കായിരുന്നു മോളെ. അല്ല, നിനക്ക് സുഖാണോ? എനിക്കെന്താ ഒരു കുറവ്? സന്തോഷായി മോളെ. അമ്മ ഭക്ഷണം കഴിച്ചോ? ഇപ്പഴാ മോളെ കഴിച്ചത്. അല്ല, മരുമോന് സുഖാണോ? സുഖായിരിക്കുന്നു. ദാ ഇപ്പഴാ അദ്ദേഹത്തെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത്. ഇപ്പൊ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. ഓ, അത് ശരി. ശരി മോളെ. അല്ല അമ്മേ, അച്ഛനിപ്പ എങ്ങനെയുണ്ട്? അച്ഛൻ എന്താ മോളെ കുറവ്? രാജാവിനെ പോലെ ഭക്ഷണം കഴിച്ച് ഉറങ്ങുകയല്ലേ പതിവ്. അതിരിക്കട്ടെ, അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പൊ ഒരു കുഴപ്പമില്ല മോളെ. നേരത്തിന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടല്ലോ? അതൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ഷുഗർ ടാബ്ലറ്റ്സോ? അതൊക്കെ സമയത്തിന് ഞാൻ കഴിക്കുന്നുണ്ട് മോളെ. അല്ല, അവന് ശരിക്കും ഇതെന്താ പറ്റിയത്? ഈയിടെയായിട്ട് അവനെന്നെ ഫോൺ ചെയ്യുന്ന പോലുമില്ല. അയ്യോ, ഞാൻ പറയാൻ വിട്ടുപോയി. അവനൊരു ഇന്റർവ്യൂവിനായി ഡൽഹിക്ക് പോയിരിക്കാം മോളെ. അതെയോ? അവൻ എന്നോട് ഒരു വാക്ക് പോലും പറയാണ്ടാണല്ലോ പോയത്. അവനൊരു നല്ല ജോലി ഉണ്ടെന്നും പറഞ്ഞ് അവന്റെ ഫ്രണ്ട് വിളിച്ച് ഉടനെ വരാൻ പറഞ്ഞു. അപ്പൊ തന്നെ അവൻ പുറപ്പെട്ടു പോവുകയും ചെയ്തു. ആണല്ലേ? പിന്നൊരു കാര്യം. എന്താ കാര്യം? ഒന്നുമില്ല മോളെ. അടുത്ത മാസം 25-ാം തീയതി നമ്മുടെ നാട്ടിലൊരു ഉത്സവമുണ്ട്. 4 ദിവസം അടിപൊളി ആഘോഷമായിരിക്കും. ഇത്തവണയെങ്കിലും നീയും മരുമോനും കൂടി ഒന്ന് വന്നിട്ട് പോ മോളെ. ഞാൻ വരാൻ നോക്കാം അമ്മ. അദ്ദേഹത്തിന്റെ ജോലി തിരക്ക് അമ്മയ്ക്ക് അറിയാലോ. 4 ദിവസം എന്തായാലും ഓഫീസിൽ നിന്ന് ലീവ് കിട്ടില്ല. എന്തായാലും ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വരാം അമ്മ. ഇത് തന്നെ നീ കഴിഞ്ഞ തവണയും പറഞ്ഞത്. പക്ഷെ അവസാനം വരെ നിങ്ങൾ വന്നതുമില്ല. അമ്മയുടെ മരുമോൻ എത്തിയ ഉടനെ ഞാനിത് പറഞ്ഞിട്ട് എങ്ങനെങ്കിലും വരാൻ നോക്കാം, കേട്ടോ? ശരി മോളെ. എന്നാ ശരി അമ്മ, എനിക്ക് പോയിട്ട് ഒത്തിരി പണിയുണ്ട്. ഞാനതൊക്കെ ഒന്ന് തീർത്തിട്ട് പിന്നെ അമ്മയ്ക്ക് ഫോൺ ചെയ്യാം. ആയിക്കോട്ടെ മോളെ. ശരി അമ്മ, ബൈ. ബൈ. നമസ്കാരം. ആരാ? എന്താ വേണ്ട? ഞാനൊരു ഡോക്ടറാണ്, അരവിന്ദ്. എന്താ കാര്യം? പറഞ്ഞോളൂ. റീസെന്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ പെയ്ത മഴ കാരണം ടൈഫോയിഡ്, മലേറിയ, ഡെങ്കു ഇതെല്ലാം പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് നമ്മുടെ നാട്ടിലൊരു മെഡിക്കൽ ക്യാമ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. നിങ്ങളുടെ വീട്ടില് മൊത്തം എത്ര പേരാ? എന്റെ വീട്ടില് ഞാനും എന്റെ ഭർത്താവും ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇപ്പൊ ഓഫീസിലേക്ക് പോയതേ ഉള്ളൂ. വരാൻ എന്തായാലും വൈകുന്നേരം ആവും. അപ്പോ നിങ്ങൾക്കുള്ള വാക്സിനേഷൻ എടുത്തേക്കാം. അതൊന്നും വേണ്ട, എനിക്കിപ്പോ യാതൊരു കുഴപ്പമില്ല. അങ്ങനെയാണോ? ഇപ്പൊ വാക്സിൻ എടുക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. അങ്ങനെയല്ല, നിങ്ങളും വാക്സിനേഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ സേഫ് ആയിട്ട് ഇരിക്കുമല്ലോ. ഇല്ല, എനിക്ക് വേണ്ട. നിങ്ങൾ പ്ലീസ് ഒന്ന് പോവോ? മാഡം പ്ലീസ്. മാഡം, ഞാൻ വേണ്ടെന്നല്ലേ നിങ്ങളോട് പറഞ്ഞത്? മാഡം, ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമാണ്. മുഖത്തടിക്കുന്ന പോലെ വാതിലിങ്ങനെ അടച്ചാൽ എന്താ അർത്ഥം? ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഗവൺമെന്റ് ഈ വാക്സിൻ എടുത്ത എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് 5000 രൂപ വീതം ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ 2 പേരല്ലേ ഉള്ളത്. അപ്പോ നിങ്ങൾ വാക്സിൻ എടുത്താൽ നിങ്ങൾക്ക് 10000 രൂപ കിട്ടും. എന്ത്? 10000 രൂപ തരുമെന്നോ? നിങ്ങൾക്ക് ആ കാശ് വേണമെങ്കിൽ പറഞ്ഞു, ഞാൻ പൊയ്ക്കോളാം. അയ്യോ, ഓവല്ല, ഒന്ന് നിക്ക്. ഇങ്ങനെ പിണങ്ങിയാൽ എങ്ങനെയാ?
എന്റെ ഭർത്താവ് ഓഫീസിൽ പോയിരിക്കാ. ഇപ്പൊ എന്ത് ചെയ്യും? അയ്യോ മാഡം, നിങ്ങളുടെ ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് നേരെ ക്യാമ്പിൽ വന്ന് വാക്സിൻ എടുക്കട്ടെ. തൽക്കാലം ഇപ്പൊ മാഡം ആദ്യം എടുക്ക്. അപ്പോ എന്റെ ഭർത്താവിന് ആരായിരിക്കും കാശ് തരിക? നിങ്ങളുടെ ഭർത്താവിന്റെ കാശും ഞാൻ തന്നെ നൽകാം. എന്താ അതുപോലെ? അപ്പോ വാക്സിൻ എടുത്താലോ? ശരി, ഞാൻ എടുത്തോളാം. ആദ്യം ആ ക്യാഷ് ഒന്ന് തരുമോ? അയ്യോ മാഡം, ഞാൻ നിങ്ങൾക്ക് ആദ്യം വാക്സിൻ എടുക്കട്ടെ. കാശ് ഉറപ്പായിട്ടും തരാം. നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ലേ? നിങ്ങളൊന്നും വിചാരിക്കരുത്. ആദ്യം എനിക്ക് ആ കാശൊന്ന് തരുമോ? ഇതാ മാഡം. ശരി, ഇനി നമുക്ക് ആ വാക്സിൻ അങ്ങ് എടുത്താലോ? ഞാൻ എടുത്തോളാം. ഈ വാക്സിൻ എടുത്താ വേദന എടുക്കുവോ? അയ്യോ, അങ്ങനെ വലിയ വേദനയൊന്നുമില്ല. ചെറിയൊരു ഉറുമ്പ് അടിച്ച വേദനയേ ഉള്ളൂ. പേടിക്കണ്ട. വേദനിക്കാണ്ട് ഇടണേ. എനിക്ക് ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ നല്ല പേടിയാ. പേടിക്കണ്ട, പതിയെ ഞാൻ എടുക്കുകയുള്ളൂ. വളരെ പതിയെ. കഴിഞ്ഞു. ശരി, എന്നാ എന്റെ ഭർത്താവ് വന്നതിന് ശേഷം അങ്ങേരെ ക്യാമ്പിലേക്ക് പറഞ്ഞു വിടാം. വന്ന ഉടനെ പറഞ്ഞു വിടണേ. ഇന്നും നല്ല ചാകരയായിരുന്നു. അയ്യോ, എനിക്കിതെന്താ പറ്റുക? ഇതെന്തൊരു തലകറക്കമാ. ആ ഡോക്ടർ ആയിരുന്നു എൻ്റെ വീട്ടിൽ വന്നത്. എന്തോ വാക്സിൻ ആണെന്ന് പറഞ്ഞ് എനിക്കൊരു ഇഞ്ചക്ഷൻ ഇട്ടല്ലോ. എന്നിട്ട് പിന്നെ എന്താ ഉണ്ടായേ? അയ്യോ, ആ ദുഷ്ടൻ എന്റെ സ്വർണ്ണമൊക്കെ അടിച്ചോണ്ട് പോയല്ലോ. അയ്യോ, അപ്പൊ വന്നവൻ ശരിക്കുള്ള ഡോക്ടർ ആയിരുന്നില്ലല്ലേ? അയ്യോ, ഇതെന്തൊരു ചതിയാ ഈശ്വര. അവനെന്തായാലും വെറുതെ വിടാൻ പാടില്ല. ഇപ്പൊ തന്നെ അങ്ങേർക്ക് ഫോൺ ചെയ്ത് പറയട്ടെ. അയ്യോ, എന്റെ ഫോണും അവൻ അടിച്ചോണ്ട് പോയോ? അങ്ങേരോട് ഞാൻ എന്ത് മറുപടി പറയും? എന്റെ ആഭരണം മൊത്തം അവൻ അടിച്ചോണ്ട് പോയല്ലോ, ദുഷ്ടൻ. 10,000 രൂപയ്ക്ക് മോഹിച്ച് എന്റെ ആഭരണം മുഴുവനും ഞാൻ നഷ്ടപ്പെടുത്തി.